നമസ്കാരം. വെൽക്കം ടു രസതന്ത്ര അക്കാഡമി വിത്ത് കെമിസ്ട്രി ഇൻ ഡീറ്റെയിൽ. ടീച്ചറുടെ പേര് ഇതുവരെ പറഞ്ഞില്ല എന്ന് ചിലരൊക്കെ പരാതി പറഞ്ഞു. എൻ്റെ പേര് ആനി സ്മിത. ക്വാളിഫിക്കേഷൻ ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ സൊല്യൂഷൻസ് എന്ന യൂണിറ്റിലെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആർ പ്രോപ്പർട്ടീസ് which depend only on the number of solute particles and not on its nature. Properties which depend only on the number of solute particles. അതായത് സൊല്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ എണ്ണത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുക. സൊല്യൂട്ട് ഏതും ആയിക്കോട്ടെ, സോൾട്ട് ആയിക്കോട്ടെ, ഷുഗർ ആയിക്കോട്ടെ, നാഫ്തലിൻ ആയിക്കോട്ടെ, ഏത് സൊല്യൂട്ട് ആയാലും ആ സൊല്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ എണ്ണത്തെ മാത്രമാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ് സൊല്യൂഷൻസിനുള്ളത്. ആദ്യത്തേത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, രണ്ടാമത്തത് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, മൂന്നാമത്തത് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്, നാലാമത്തത് ഓസ്മോട്ടിക് പ്രഷർ. ഇനി ഓരോന്നും നമുക്ക് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തേത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ഒരു സോൾവെന്റിലേക്ക് നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ സോൾവെന്റിന്റെ വേപ്പർ പ്രഷറിന് എന്ത് സംഭവിക്കും? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ആദ്യത്തെ കണ്ടെയ്നറിൽ പ്യുവർ സോൾവെന്റ് ആണ്. അവിടെ വേപ്പേഴ്സ് കാണാം, നമുക്ക് സോൾവെന്റ് വേപ്പേഴ്സ് കാണാം. വേപ്പർ ഫേസിൽ സോൾവെന്റ് മോളിക്യൂൾസ് ധാരാളം കാണാം. ഇനി സൊല്യൂട്ട് ആഡ് ചെയ്തതിന് ശേഷമുള്ള ഓറഞ്ച് കളേർഡ് ആയിട്ടുള്ളത് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ആണ്. സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ആഡ് ചെയ്തതിന് ശേഷം ഇവിടെ വേപ്പർ ഫേസിൽ സോൾവെന്റ് മോളിക്യൂൾസിൻ്റെ എണ്ണം കുറഞ്ഞതായിട്ട് നമുക്ക് കാണാം. കാരണം സർഫസിൽ, സോൾവെന്റിന്റെ സർഫസിൽ അവിടെ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഉണ്ട്. അതുകൊണ്ട് എസ്കേപ്പ് ചെയ്യുന്ന സോൾവെന്റ് മോളിക്യൂൾസിന്റെ എണ്ണം കുറഞ്ഞു. അപ്പോൾ വേപ്പർ പ്രഷറിന് എന്ത് സംഭവിക്കും? വേപ്പർ പ്രഷർ കുറയും. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. റിലേറ്റീവ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? താരതമ്യം ചെയ്യുക. പ്യുവർ കമ്പോണന്റിന്റെ വേപ്പർ പ്രഷർ സൊല്യൂട്ട് ആഡ് ചെയ്തപ്പോൾ കുറഞ്ഞു. അപ്പോൾ ആ കുറഞ്ഞ വേപ്പർ പ്രഷറും ആദ്യത്തെ വേപ്പർ പ്രഷറും തമ്മിലൊരു കമ്പാരിസൺ നടത്താൻ പോവാണ്. നമ്മൾ ഒരു റിലേഷൻഷിപ്പ് ഫോം ചെയ്യാൻ പോവാണ്. സോൾവെന്റിനെ 1 എന്നും സൊല്യൂട്ടിനെ 2 എന്നുമാണ് നമ്മളിപ്പോൾ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്. സോൾവെന്റ് മാത്രമുള്ളപ്പോൾ അതിൻ്റെ വേപ്പർ പ്രഷർ P1 0. നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിയുമ്പോൾ വേപ്പർ പ്രഷർ P1 ആയിട്ട് മാറും. നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ ഡിക്രീസ് ചെയ്യും, വേപ്പർ പ്രഷർ ഡിക്രീസ് ചെയ്യും. അപ്പോൾ ചേഞ്ച് ഇൻ വേപ്പർ പ്രഷർ P1, ഡെൽറ്റ P1 നമുക്ക് എന്തായിട്ട് എഴുതാം? P10 മൈനസ് P1. സൊല്യൂട്ടിന് ഇവിടെ വേപ്പർ പ്രഷർ ഉണ്ടോ? ഇല്ല, കാരണം അത് നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ടാണ്. ഇനി റൗൾസ് ലോ അനുസരിച്ച് P1 is equal to P10 into Chi1. അപ്പോൾ ഡെൽറ്റ P1 is equal to P10 മൈനസ് P1 എന്നുള്ളതിൽ റൗൾസ് ലോ അനുസരിച്ച് P1 is equal to P10 into Chi1 എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് P10 മൈനസ് P10 Chi1. P10 നമുക്ക് കോമൺ ഫാക്ടർ ആയതുകൊണ്ട് പുറത്തേക്ക് എടുക്കാം. ഇൻറ്റു 1 മൈനസ് Chi1. ഇപ്പം നമ്മുടെ ഇക്വേഷൻ ഡെൽറ്റ P1 is equal to P10 into 1 minus Chi1. ഇനി 1 മൈനസ് Chi1 എന്താണ്?
1 മൈനസ് കൈ1 എന്ന് പറഞ്ഞാൽ കൈ2 ആണ്. കാരണം കൈ1 പ്ലസ് കൈ2 ഈക്വൽ ടു 1. ഇതൊരു ബൈനറി സൊല്യൂഷൻ അല്ലേ. അപ്പോൾ നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. P10 ഇൻറ്റു കൈ2. അപ്പോൾ നമുക്ക് ഡെൽറ്റ P1 ഇസ് ഈക്വൽ ടു P10 ഇൻറ്റു കൈ2 എന്നൊരു ഇക്വേഷൻ കിട്ടി. ഇനി ഈ റൈറ്റ് സൈഡിൽ നിന്ന് P10 നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. ഡെൽറ്റ P1 ബൈ P10 ഇസ് ഈക്വൽ ടു കൈ2. ഇപ്പോൾ ഡെൽറ്റ P ബൈ P10 ഈ ക്വാണ്ടിറ്റിയാണ് നമ്മൾ റിലേറ്റീവ് ലോവറിംഗ് എന്ന് പറയുക. ഇപ്പോൾ റിലേറ്റീവ് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ ഇസ് ഈക്വൽ ടു കൈ2 എന്നാണ് നമുക്ക് കിട്ടിയത്. കൈ2 എന്ന് പറഞ്ഞാൽ സൊല്യൂട്ടിൻ്റെ മോൾ ഫ്രാക്ഷനാണ്. ഇനി കൈ2 എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? N2 ബൈ N1 പ്ലസ് N2, നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി സൊല്യൂട്ട് പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി സോൾവെൻറ്റ്. ഇനി ഈ N2 എന്നുള്ളത് N1നെ അപേക്ഷിച്ച് വളരെ ചെറുതാണ്. അപ്പോൾ നമുക്ക് ഡിനോമിനേറ്ററിൽ നിന്നും N2 അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ഡെൽറ്റ P1 ബൈ P10 ഇസ് ഈക്വൽ ടു N2 ബൈ N1. N2 സോൾവെൻറ്റിനെ അപേക്ഷിച്ച്, സോൾവെൻറ്റിൻ്റെ നമ്പർ ഓഫ് മോൾസിനെ അപേക്ഷിച്ച് സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾസ് കുറവായതുകൊണ്ട് ഡിനോമിനേറ്ററിൽ നിന്ന് നമ്മൾ N2 ഒഴിവാക്കി. എന്നിട്ട് എന്തെഴുതി? ഡെൽറ്റ P1 ബൈ P10 ഇസ് ഈക്വൽ ടു N2 ബൈ N1 എന്ന് കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഡെൽറ്റ P1 ബൈ P10 ഇസ് ഈക്വൽ ടു N2 ബൈ N1. ഇത് നമുക്ക് നേരത്തെ കിട്ടിയത് തന്നെയാണ്, ടീച്ചർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തതാണ്. ഇനി N2 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. എങ്ങനെ കിട്ടുക? മാസ് ഓഫ് ദി സൊല്യൂട്ട് ബൈ മോളാർ മാസ് ഓഫ് ദി സൊല്യൂട്ട്. അപ്പോൾ മാസ് ഓഫ് ദി സൊല്യൂട്ട്, ഗിവൻ മാസിനെ നമ്മൾ W2 ആയിട്ട് എടുക്കുന്നു. മോളാർ മാസ് ഓഫ് ദി സൊല്യൂട്ടിനെ നമ്മൾ ക്യാപിറ്റൽ M2 എന്ന് എടുക്കുന്നു. അതുപോലെ സോൾവെൻറ്റിൻ്റെ നമ്പർ ഓഫ് മോൾസ് W1 ബൈ M1, where capital M1 is the molar mass of the solvent. അപ്പോൾ ഇത് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡെൽറ്റ P1 ബൈ P10 is equal to W2 by M2 into M1 by W1. അപ്പോൾ ഇതാണ് നമ്മുടെ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ഡെൽറ്റ P1 ബൈ P10 ഇസ് ഈക്വൽ ടു W2 ഇൻറ്റു M1 ബൈ M2 ഇൻറ്റു W1. അപ്പോൾ ഇതിൽ ഓരോന്നും ആരൊക്കെയാണ്? ഡെൽറ്റ P എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വേപ്പർ പ്രഷർ. P10 എന്ന് പറഞ്ഞാൽ വേപ്പർ പ്രഷർ ഓഫ് പ്യോർ കമ്പണൻറ്റ് 1, സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ പ്യോർ കമ്പണൻ്റ് ആയിരിക്കുമ്പോൾ. W2 എന്ന് പറയുന്നത് സൊല്യൂട്ടിൻ്റെ മാസാണ്. ക്യാപിറ്റൽ M1 എന്ന് പറയുന്നത് സോൾവെൻറ്റിൻ്റെ മോളാർ മാസാണ്. ക്യാപിറ്റൽ M2 എന്ന് പറയുന്നത് സൊല്യൂട്ടിൻ്റെ മോളാർ മാസാണ്. W1 എന്ന് പറയുന്നത് സോൾവെൻറ്റിൻ്റെ ഗിവൻ മാസാണ്. അപ്പോൾ ഇതാണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. നമുക്കിനി ഇത് വെച്ചിട്ടൊരു പ്രോബ്ലം ചെയ്യാം. സോൾവ്ഡ് എക്സാമ്പിൾ ആണ്. The vapor pressure of pure benzene at a certain temperature is 0.850 bar. A non-volatile, non-electrolyte solid weighing 0.5 gram when added to 39 gram of benzene, vapor pressure of the solution is 0.845 bar. What is the molar mass of the solid substance? അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആ കോൺസെപ്റ്റ് വെച്ചിട്ടുള്ള പ്രോബ്ലം ആണ്. നമുക്ക് മനസ്സിലായി. കാരണം പ്യോർ ബെൻസീൻ P10, ഇവിടെ പ്യോർ ബെൻസീൻ്റെ P10 എന്ന് പറയുന്നത് 0.850 ബാർ. ഈ ന്യൂ വേപ്പർ പ്രഷർ ഒരു നോൺ വോളറ്റൈൽ നോൺ ഇലക്ട്രോലൈറ്റ് ആയിട്ടുള്ള സോളിഡ് 0.5 gram സോളിഡ് ആഡ് ചെയ്തപ്പോൾ പുതിയ വേപ്പർ പ്രഷർ
0.845 ബാർ ആണ്. മോളാർ മാസ് ഓഫ് ബെൻസീൻ തന്നിട്ടുണ്ട് M1 78 gram. മാസ് ഓഫ് ദി സോളിഡ് സൊല്യൂട്ട് W2 is equal to 0.5 gram. ഇനി ബെൻസീൻ്റെ മാസ് 39 gram. W1 is equal to 39 gram. നമ്മുടെ ഇക്വേഷൻ എന്താണ്? P10 minus P1 divided by P10 is equal to W2 into M1 divided by M2 into W1. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കാണ് ഇവിടെ. P10 എന്ന് പറയുന്നത് 0.850 ബാർ, P1 എന്ന് പറയുന്നത് 0.845 ബാർ, P10 again 0.850, W2 0.5, M1 78, M2 അറിയില്ല, കണ്ടുപിടിക്കണം. W1 39. അപ്പോൾ M2 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 170 gram. കാൽക്കുലേറ്ററിൽ ബ്രാക്കറ്റ്സ് ഒക്കെ ഇട്ട് വേണം ഈ കാൽക്കുലേഷൻ ചെയ്യാൻ, അല്ലെങ്കിൽ തെറ്റിപ്പോവും. സോ M2 is equal to 170 gram per mole. അതാണ് സൊല്യൂട്ടിൻ്റെ മോളാർ മാസ്. ഇനി നമുക്ക് അടുത്ത കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയിലേക്ക് പോവാം, എലിവേഷൻ ആൻഡ് ബോയിലിംഗ് പോയിന്റ്. വീട്ടിൽ അമ്മമാർ പാചകം ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മുട്ട, ഉരുളക്കിഴങ്ങൊക്കെ പുഴുങ്ങുമ്പോൾ ഉപ്പിട്ട് പുഴുങ്ങുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. അത് ഉപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമല്ല, പെട്ടെന്ന് വെന്ത് കിട്ടാൻ കൂടിയിട്ടാണ്. അതുപോലെ സവോള വഴറ്റുമ്പോൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടും. നമ്മൾ സാധാരണ ഉപ്പിടാതെ മൊരിയുന്നതിനേക്കാൾ പെട്ടെന്ന് ഉപ്പിട്ട് കഴിഞ്ഞാൽ മുരിഞ്ഞ് കിട്ടും. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെയൊക്കെ ഒരു സംഗതി? എലിവേഷൻ ആൻഡ് ബോയിലിംഗ് പോയിന്റ്. എന്താണ് എലിവേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം? എലിവേഷൻ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ചെയ്യുക, ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ഒരു സോൾവെന്റ് മാത്രമുള്ളപ്പോൾ, സേ വാട്ടർ നോർമൽ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസിൽ ബോയിൽ ചെയ്യുന്നത് 100 ഡിഗ്രി സെൽഷ്യസിലാണ്, നമുക്കറിയാം. അപ്പോൾ ഈ 100 ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് TB0 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം, നോർമൽ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ. ഇനി നമ്മളൊരു സൊല്യൂട്ട് ആഡ് ചെയ്തു എന്ന് വിചാരിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, മുട്ടയൊക്കെ പുഴുങ്ങുമ്പോൾ നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ, സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ 100 ഡിഗ്രി സെൽഷ്യസിൽ വെള്ളം ബോയിൽ ചെയ്യില്ല. കാരണം ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ തന്നെയാണ്. സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ആഡ് ചെയ്യുമ്പോൾ വേപ്പർ പ്രഷർ കുറയുമല്ലോ. അപ്പോൾ വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് തുല്യമാകുന്ന അവസ്ഥയിലാണ് ബോയിലിംഗ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ സൊല്യൂട്ട് ആഡ് ചെയ്തപ്പോൾ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ കുറഞ്ഞു. ഇനി ഈ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ കൂടണമെങ്കിൽ കൂടുതൽ മോളിക്യൂൾസ് വേപ്പർ ഫേസിലേക്ക് വരണം. അപ്പോൾ കൂടുതൽ മോളിക്യൂൾസ് വേപ്പർ ഫേസിലേക്ക് വരണമെങ്കിൽ ടെമ്പറേച്ചർ വീണ്ടും കൂടണം. അപ്പോൾ നോർമൽ ബോയിലിംഗ് പോയിന്റിൽ നിന്നും കുറച്ചുകൂടി കൂടിയൊരു ടെമ്പറേച്ചറിലാണ് ബോയിലിംഗ് നടക്കുന്നത്. കാരണം വേപ്പർ പ്രഷർ അത്രയും ഇൻക്രീസ് ചെയ്യണം. അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് തുല്യമാകാൻ വേണ്ടിയിട്ട് ടെമ്പറേച്ചർ അല്ലെങ്കിൽ അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് അത് ഇൻക്രീസ് ചെയ്തു. സോൾവെൻറ്റിൻ്റെ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഇതാണ് സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. ഒരു സോൾവെൻറ്റിൻ്റെ ബോയിലിംഗ് പോയിന്റ് വളരെ ചെറിയ തോതിൽ ഇൻക്രീസ് ചെയ്യും. വലിയൊരു ഇൻക്രീസ് ഒന്നുമല്ല, വളരെ മൈന്യൂട്ടായിട്ടുള്ള ഇൻക്രീസ് കാണിക്കും സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതാണ് ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. TB ആണ് അതിൻ്റെ പുതിയ ബോയിലിംഗ് പോയിന്റ്, അതായത് ഇൻക്രീസ് ചെയ്ത ബോയിലിംഗ് പോയിന്റ്. ഈ ഗ്രാഫിലേക്ക് നോക്കൂ, വേപ്പർ പ്രഷറാണ് Y ആക്സിസിൽ, ടെമ്പറേച്ചർ X ആക്സിസിൽ. ഇപ്പോൾ സോൾവെൻറ്റ്, പ്യുവർ സോൾവെൻറ്റ് ഓറഞ്ച് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് ബോയിലിംഗ് പോയിന്റ് ഓഫ് സോൾവെൻറ്റ്. സൊല്യൂഷൻ്റെ ബോയിലിംഗ് പോയിന്റ് ആണ് വയലറ്റ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ഈ പാരലൽ ലൈൻ, X ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ആ ലൈൻ 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ് കാണിച്ചിരിക്കുന്നത്. 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അതായത് അറ്റ്മോസ്ഫിയറിലെ പ്രഷർ. അപ്പോൾ ആ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനോട് ഈ നമ്മുടെ സോൾവെൻറ്റിൻ്റെ
വേപ്പർ പ്രഷർ തുല്യമാവുമ്പോഴാണ് ബോയിലിംഗ് നടക്കുന്നത്. സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് തുല്യമാകാനായിട്ട് ഈ TB എന്ന ടെമ്പറേച്ചറിലാണ് സാധിക്കുന്നത്. TB0 എൻ്റെ ഒറിജിനൽ ബോയിലിംഗ് പോയിന്റ് ആയിരുന്നു. സൊല്യൂട്ട് ആഡ് ചെയ്തതിന് ശേഷം TB എന്ന ഇൻക്രീസ് ടെമ്പറേച്ചറിൽ അത് ബോയിൽ ചെയ്യുള്ളൂ. അപ്പം അതാണ് ഈ ഗ്രാഫ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ ഗ്രാഫിൽ 0.3 ബാർ എന്ന് മാത്രം കിടക്കുന്നത് ഒരു പ്രിൻറ്റിംഗ് മിസ്റ്റേക്കാണ്. അത് ശരിക്കും 1.013 ബാറാണ് കേട്ടോ. ഈ 0.3 അല്ല, ഇത് 1.013 ബാർ അല്ലെങ്കിൽ 1 അറ്റ്മോസ്ഫിയർ. ഏതെങ്കിലും ഒരു പ്രഷർ, ഏതെങ്കിലും ഒരു യൂണിറ്റിലെ പ്രഷർ റെപ്രസെൻറ്റ് ചെയ്താൽ മതി. ഐദർ 1.013 ഓർ 1 അറ്റ്മോസ്ഫിയർ. ഈ ഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രാഫ് ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും. സോൾവെൻറ്റിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് TB0 എന്ന് നമ്മൾ എടുക്കുന്നു. ഈ സൊല്യൂട്ട് ആഡ് ചെയ്തതിന് ശേഷം ബോയിലിംഗ് പോയിൻറ്റ് TB ആയിട്ട് മാറുന്നു. ഇനി ചേഞ്ച് ഇൻ ബോയിലിംഗ് പോയിൻറ്റ് എത്രയായിരിക്കും? ബോയിലിംഗ് പോയിൻറ്റ് കൂടുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ TB0 TBയേക്കാൾ കുറവാണ്. അപ്പോൾ ഡെൽറ്റ TB is equal to TB minus TB0. ഇനി ഡെൽറ്റ TB എന്നുള്ളത് മൊളാലിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആണ്. Elevation in boiling point is directly proportional to the molality of the solution. അപ്പോൾ നമുക്ക് കിട്ടിയത് ഡെൽറ്റ TB is proportional to molality of the solution. അപ്പോൾ ഈ ഡെൽറ്റ TBയുടെ പ്രൊപ്പോർഷണാലിറ്റി സൈൻ കളഞ്ഞിട്ട് is equal to a constant KB into M, where KB is known as ebullioscopic constant. Ebullioscopic constant. മറ്റു പേരുകളിലും അറിയപ്പെടും. മറ്റൊരു പേര് മോളാൽ എലിവേഷൻ കോൺസ്റ്റന്റ്. മോളാൽ എലിവേഷൻ constant or boiling point elevation constant. Delta TB is equal to KB into M. Molality എന്ന് പറഞ്ഞാൽ number of moles of solute by mass of solvent in kilogram. അതായത് W2 by M2 by mass of solvent in kilogram. Mass of solvent നെ നമുക്ക് W1 by 1000 കിലോഗ്രാമിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് by 1000. ഇനി നമുക്കിത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Elevation in boiling point delta TB is equal to KB into W2 by M2 into 1000 by W1. അപ്പോൾ ഇതാണ് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. ഇനി എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ബേസ് ചെയ്തിട്ടൊരു പ്രോബ്ലം ആണ്, സോൾവ്ഡ് ആണ്. ദി ബോയിലിംഗ് പോയിന്റ് ഓഫ് ബെൻസീൻ ഇസ് 353.23 Kelvin. When 1.80 gram of a non-volatile solute was dissolved in 90 gram of benzene, the boiling point is raised to 354.11 Kelvin. Calculate the molar mass of the solute. Kb for benzene is 2.53 Kelvin kilogram per mole. ഇപ്പോൾ ബെൻസീൻ്റെ ബോയിലിംഗ് പോയിന്റ് തന്നിട്ടുണ്ട് നമുക്ക്. അതായത് TB0 എന്ന് പറയുന്നത് 353.23 Kelvin. When 1.80 gram of a non-volatile solute was dissolved in 90 gram of benzene, the boiling point is raised to 354.11 Kelvin.
അപ്പോൾ TB എന്ന് പറയുന്നത് 354.11 കെൽവിൻ. ഇനി ഡെൽറ്റ TB എന്താണ്? 354.11 മൈനസ് 353.23 കെൽവിൻ, അതായത് 0.88 കെൽവിൻ. നമുക്ക് കാണേണ്ടത് സൊല്യൂട്ടിൻ്റെ മോളാർ മാസാണ്. ബെൻസീൻ്റെ KB തന്നിട്ടുണ്ട് 2.53 കെൽവിൻ കിലോഗ്രാം പെർ മോൾ. നമ്മുടെ ഇക്വേഷൻ ടീച്ചർ ഇവിടെ എഴുതാം. ഡെൽറ്റ TB ഇസ് ഈക്വൽ ടു KB ഇൻറ്റു W2 ഇൻറ്റു 1000 divided by W1 into M2. ഇക്വേഷൻ നമ്മൾ റീഅറേഞ്ച് ചെയ്താൽ M2 is equal to KB into W2 into 1000 by delta TB into W1 എന്ന് വരും. അപ്പോൾ ഇവിടെ നമ്മൾ KB സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് 2.53, W2 എന്നുള്ളത് 1.8 ഗ്രാം ആണ്, 1000 കൺവേർഷൻ ഫാക്ടറാണ്, 0.88 എന്നുള്ളത് ഡെൽറ്റ TB ആണ്, 90 ഗ്രാം എന്നുള്ളത് W1 മാസ് ഓഫ് ദി സോൾവെൻറ്റ്. അപ്പോൾ M2 എന്നുള്ളത് 58 ഗ്രാം പെർ മോൾ എന്ന് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് തേർഡ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി പഠിക്കാം, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലിക്വിഡ് സോളിഡായിട്ട് മാറുന്ന ടെമ്പറേച്ചറെയാണ് നമ്മൾ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുക. ഒരു സബ്സ്റ്റൻസ് ഫ്രീസ് ചെയ്യുന്ന ആ അവസ്ഥയിൽ ലിക്വിഡ് ഫേസും സോളിഡ് ഫേസും തമ്മിൽ ഒരു ഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മാത്രമല്ല ലിക്വിഡ് ഫേസിലെ വേപ്പർ പ്രഷറും സോളിഡ് ഫേസിലെ വേപ്പർ പ്രഷറും തുല്യമാകണം. ആ തുല്യമാകുന്ന അവസ്ഥയിലാണ് ഫ്രീസിംഗ് നടക്കുന്നത്. പക്ഷേ ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് സോൾവെൻറ്റിൽ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ ലിക്വിഡ് ഫേസിലെ വേപ്പർ പ്രഷർ സോളിഡ് ഫേസിലെ വേപ്പർ പ്രഷറുമായിട്ട് തുല്യമാകാൻ ടെമ്പറേച്ചർ കുറേയും കൂടെ നമ്മൾ കുറയ്ക്കേണ്ടി വരും. നമ്മളല്ല കുറയ്ക്കുന്നത്, സോൾവെൻറ്റ് വിൽ ഫ്രീസ് ഓൺലി അറ്റ് എ ലോവർ ടെമ്പറേച്ചർ. കുറച്ചുകൂടെ താഴ്ന്ന ടെമ്പറേച്ചറിലെ ഈ ലിക്വിഡ്, ഇപ്പോൾ ഇത് ലിക്വിഡ് അല്ല, ഇപ്പോൾ ഇതൊരു സൊല്യൂഷനാണ്. കാരണം സൊല്യൂട്ട് ആഡ് ചെയ്ത അവസ്ഥയിൽ അതൊരു സൊല്യൂഷൻ ആയി കഴിഞ്ഞു. അപ്പോൾ സൊല്യൂഷൻ്റെ ഒറിജിനൽ ഫ്രീസിംഗ് പോയിന്റിൽ അത് ഫ്രീസ് ചെയ്യില്ല, പക്ഷേ അത് അതിലും താഴ്ന്ന ഒരു ടെമ്പറേച്ചറിലാണ് ഫ്രീസ് ചെയ്യുക. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഈ വേപ്പർ പ്രഷർ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. വേപ്പർ പ്രഷർ സോളിഡ് ഫേസിലും ലിക്വിഡ് ഫേസിലും തുല്യമായിരിക്കണം, എന്നാലാണ് ഫ്രീസിങ് നടക്കുക. ഇപ്പോൾ ഗ്രാഫ് നോക്കിയാൽ ഒന്നുകൂടെ ക്ലിയർ ആവും. വേപ്പർ പ്രഷറാണ് Y ആക്സിസിൽ, ടെമ്പറേച്ചർ X ആക്സിസിൽ. TF0 എന്നുള്ളത് ഈ ലിക്വിഡ് സോൾവെൻറ്റിൻ്റെ ഫ്രീസിംഗ് പോയിൻ്റാണ്, TF0 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഫ്രോസൺ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷറിന് തുല്യമാകുന്ന ഈ പോയിൻ്റാണ് ഇവിടെ TF0 എന്ന് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതാണ് സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഫ്രോസൺ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷറിലേക്ക് ആകാൻ വേണ്ടിയിട്ട് ഇതിന് ഈ TF എന്നുള്ള താഴ്ന്ന ടെമ്പറേച്ചറിലെ അതിൻ്റെ വേപ്പർ പ്രഷർ, സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ ഫ്രോസൺ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷറിന് തുല്യമാകുള്ളൂ. അപ്പോൾ ഈ ടെമ്പറേച്ചറാണ് TF. അപ്പോൾ ഈ കാണുന്ന ഈ ഡിഫറൻസ് ആണ് ഡെൽറ്റ TF അഥവാ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. അപ്പോൾ ഇവിടെ ഡിപ്രഷൻ ആയതുകൊണ്ട് എങ്ങനെയാണ് എഴുതേണ്ടത്? TF0 കൂടുതലാണ് ഇവിടെ, TF0 മൈനസ് TF ആണ് ഡെൽറ്റ TF എന്ന് പറയുന്നത്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. അപ്പോൾ ഡെൽറ്റ TF is equal to depression in freezing point is equal to TF0 minus TF, and delta TF is proportional to molality. Elevation in boiling point molality ക്ക് proportional ആയതുപോലെ depression in freezing point is proportional to molality. അപ്പോൾ delta TF is equal to Kf
എഫ്, നേരത്തെ ബി ആയിരുന്നു, ഇപ്പോൾ കെ എഫ് ഇൻറ്റു എം, വേർ കെ എഫ് is known as cryoscopic constant. Cryoscopic constant. ഇതിനെ മോളാൽ ഡിപ്രഷൻ കോൺസ്റ്റന്റ് എന്ന് പറയും. ഡിപ്രഷൻ കോൺസ്റ്റന്റ്. മറ്റൊരു പേര് freezing point depression constant. Freezing point depression constant. The molality is equal to number of moles of solute by mass of solvent in kilogram. അതായത് W2 by M2 divided by W1 by 1000. അത് നമുക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു W2 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ W1 ഇൻറ്റു M2. എക്സാമ്പിൾ നോക്കാം. 45 gram of ethylene glycol is mixed with 600 gram of water. Calculate freezing point depression and freezing point of the solution. Freezing point depression എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ടി എഫ്. ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ദി സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ടി എഫ്. ഇത് രണ്ടുപേരും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് മൊളാലിറ്റി കാണാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. സൊല്യൂട്ടിൻ്റെ മാസ് തന്നിട്ടുണ്ട്, സൊല്യൂട്ട് ഏതാണെന്ന് തന്നിട്ടുണ്ട്, സോൾവെൻ്റ് ഏതാണെന്ന് തന്നിട്ടുണ്ട്, സോൾവെൻറ്റിൻ്റെ മാസും തന്നിട്ടുണ്ട്. അപ്പോൾ ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു മൊളാലിറ്റി എന്നുള്ള ഇക്വേഷൻ നമുക്കറിയാം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം മൊളാലിറ്റി കണ്ടുപിടിക്കുകയാണ്. മൊളാലിറ്റി, മോൾസ് ഓഫ് എത്തിലിൻ ഗ്ലൈക്കോൾ ആദ്യം കണ്ടുപിടിച്ച് 45/62 gram. മോളാർ മാസാണ് 62. C2 ആണ് 2 × 12 പ്ലസ് 6 × 1 പ്ലസ് 2 × 16. അങ്ങനെ മോളാർ മാസ് കണ്ടുപിടിച്ചു. മൊളാലിറ്റി 45/62, നമ്പർ ഓഫ് മോൾസ് 0.73 മോൾസ് എന്ന് കിട്ടും. ഇനി മാസ് ഓഫ് വാട്ടർ ഇൻ കിലോഗ്രാം, മാസ് 600 ആണ്, അത് കിലോഗ്രാമിലേക്ക് ഡിവൈഡ് ബൈ 1000 ചെയ്തപ്പോൾ 0.6 കിലോഗ്രാം എന്ന് കിട്ടി. അപ്പോൾ മൊളാലിറ്റി എന്തായിരിക്കും? നമ്പർ ഓഫ് മോൾസ് എന്നുള്ളത് 0.73/0.6 കിലോഗ്രാം ഈക്വൽ ടു 1.2 മോളാൽ ഓർ മോൾസ് പെർ കിലോഗ്രാം. ഇനി ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു സ്മോൾ എം. ഇവിടെ കെ എഫ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, പക്ഷേ വാട്ടറിൻ്റെ കെ എഫ് നമ്മൾ അറിഞ്ഞിരിക്കണം, ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. വാട്ടറിൻ്റെ കെ എഫ് 1.86 Kelvin kilogram per mole. You have to by heart this. അതുപോലെ വാട്ടറിൻ്റെ കെ ബി is equal to 0.52 Kelvin kilogram per mole ആണ്. ഇവിടെ നമുക്ക് കെ എഫ് ആണ് വേണ്ടത്. അപ്പോൾ ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു എം, അതായത് 1.86 ഇൻറ്റു 1.2 ഇസ് ഈക്വൽ ടു 2.2 കെൽവിൻ. അപ്പോൾ ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ കിട്ടി. ഇനി ഫ്രീസിംഗ് പോയിന്റ് എന്തായിരിക്കും? സൊല്യൂഷൻ്റെ ഫ്രീസിംഗ് പോയിന്റ് ആണ് വേണ്ടത്. സോൾവെൻറ്റിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് 0 ഡിഗ്രി സെൽഷ്യസ് ആണല്ലോ വാട്ടറിൻ്റെ ഫ്രീസിംഗ് പോയിന്റ്. അത് കെൽവിനിൽ 273.15 കെൽവിൻ ആണ്. ഇനി ഡിപ്രഷൻ എന്ന് പറയുന്നത് 2.2 കെൽവിൻ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ വാട്ടറിൻ്റെ നോർമൽ ഫ്രീസിംഗ് പോയിന്റിൽ നിന്നും ഡിപ്രഷൻ കുറച്ച് കഴിയുമ്പോൾ സൊല്യൂഷൻ്റെ ഫ്രീസിംഗ് പോയിന്റ് നമുക്ക് കിട്ടും, അതായത് 270.95 കെൽവിൻ. അപ്പോൾ ഇങ്ങനെയാണ് ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നാലാമത്തെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷർ എന്താണെന്ന് അറിയുന്നതിന് മുൻപ് ഓസ്മോസിസ് എന്താണെന്ന് നമുക്കൊന്ന് റീകളക്ട് ചെയ്യാം. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ബയോളജിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിൽ. ഓസ്മോസിസ് ഇസ് ദി ഫ്ലോ ഓഫ് സോൾവെന്റ് മോളിക്യൂൾസ് ഫ്രം
low concentration to high concentrated solution through a semi-permeable membrane. ഓർക്കുന്നുണ്ടല്ലോ, സോൾവെൻറ്റിൻ്റെ ഫ്ലോയാണ് എവിടെ നിന്ന് എങ്ങോട്ട്? സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കുറവുള്ള ഒരു സൊല്യൂഷനിൽ നിന്നും സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കൂടുതലുള്ള സൊല്യൂഷനിലേക്ക് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനിൽ കൂടെ സോൾവെൻറ്റ് മോളിക്യൂൾസ് മൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഓസ്മോസിസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഓസ്മോസിസ് ഇൻ പ്ലാന്റ്സ്, നമ്മുടെ സെൽസിലൊക്കെയുള്ള ഓസ്മോസിസിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ബയോളജിയിൽ. അപ്പോൾ ഈ ഓസ്മോസിസിൻ്റെ ആപ്ലിക്കേഷൻ കെമിസ്ട്രിയിലുണ്ട്. നമുക്കിവിടെ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ വരുന്നതെന്ന് നോക്കാം. ഈ ചേംബറിൽ ഫ്രഷ് വാട്ടറാണ്, ഈ ചേംബറിൽ സോൾട്ട് വാട്ടറാണ്. ഈ കാണുന്നത് ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനാണ്. സോൾവെൻറ്റ് പാർട്ടിക്കിൾസിനെ മാത്രം കടത്തിവിടുന്ന മെംബ്രെയിനെ പറയുന്ന പേരാണ് സെമി പെർമിയബിൾ മെംബ്രെയിൻ. സൊല്യൂട്ട് പാർട്ടിക്കിൾസ് അതിൽ കൂടെ മൂവ് ചെയ്യില്ല. ഓൺലി സോൾവെൻറ്റ് മോളിക്യൂൾസ് വിൽ മൂവ് ത്രൂ ഇറ്റ്. അപ്പോൾ ഈ ഫ്രഷ് വാട്ടർ ഈ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സൊല്യൂഷനിലേക്ക് മൂവ് ചെയ്യും. മൂവ്മെൻറ്റ് ഓഫ് സോൾവെൻറ്റ് ഫ്രം ഇറ്റ്സ് ലോ കോൺസെൻട്രേഷൻ ടു ഇറ്റ്സ് ഹയർ കോൺസെൻട്രേഷൻ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഓസ്മോസിസ് എന്ന് പറയുക, ഈ പ്രോസസ്സിനെ. ഇനി എന്താണ് ഓസ്മോട്ടിക് പ്രഷർ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എയിൽ നമുക്ക് നോർമൽ ഓസ്മോസിസ് കാണാം. ഈ രണ്ട് ട്യൂബിലെയും ലിക്വിഡ് ഒരേ ലെവലിലാണ് അല്ലേ? പ്യുവർ സോൾവെൻറ്റ് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു. ഇനി ഈ സൊല്യൂഷൻ്റെ മുകളിൽ, ഈ റൈറ്റ് സൈഡിലുള്ളത് സൊല്യൂഷനാണ്. സൊല്യൂഷൻ്റെ മുകളിൽ നമ്മളൊരു പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓസ്മോസിസ് സ്റ്റോപ്പ് ചെയ്യും. അതായത് മൂവ്മെൻറ്റ് ഓഫ് പ്യുവർ സോൾവെൻറ്റ് ടു സൊല്യൂഷൻ അത് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ആ മൂവ്മെൻറ്റിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടുന്ന പ്രഷറിനെയാണ് നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ എന്ന് വിളിക്കുന്നത്. ദി പ്രഷർ വിച്ച് ഇസ് റിക്വയർഡ് ടു ജസ്റ്റ് സ്റ്റോപ്പ് ദി പ്രോസസ് ഓഫ് ഓസ്മോസിസ്. ഈ പ്രഷർ എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്? സൊല്യൂഷൻ്റെ മുകളിലാണ് അപ്ലൈ ചെയ്യുന്നത്. ദ പ്രഷർ എക്സേർട്ടഡ് ഓൺ ദി സൊല്യൂഷൻ ടു stop the process of osmosis is known as osmotic pressure. Definition നോക്കാം. The excess pressure that must be applied to a solution to stop osmosis is osmotic pressure. Osmotic pressureനെ നമ്മൾ പൈ കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പൈ ഈസ് പ്രൊപ്പോർഷണൽ ടു മൊളാരിറ്റി. ഇവിടെ മൊളാലിറ്റി അല്ല, molarity of the solution at a given temperature. അപ്പോൾ പൈ ഇസ് ഈക്വൽ ടു CRT എന്നാണ് റിലേഷൻഷിപ്പ്. ഇവിടെ C എന്ന് ഉദ്ദേശിക്കുന്നത് മൊളാരിറ്റിയാണ്. മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ്. അപ്പോൾ അത് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പൈ ഇസ് ഈക്വൽ ടു N2/V ഇൻറ്റു R ഇൻറ്റു T. ഇനി N2നെ നമുക്ക് വീണ്ടും എക്സ്പാൻഡ് ചെയ്യാം. പൈ ഇസ് ഈക്വൽ ടു N2 എന്ന് പറയുന്നത് W2/M2 ഇൻറ്റു V ഇൻറ്റു R ഇൻറ്റു T. ഇതാണ് ഇക്വേഷൻ. സോൾവ്ഡ് എക്സാമ്പിൾ ആണ്. 200 cm³ of an aqueous solution of a protein contains 1.26 gram of protein. Osmotic pressure of such a solution at 300 Kelvin is found to be 2.57 into 10 raised to minus 3 bar. Calculate the molar mass of the protein. അപ്പോൾ നമുക്ക് 200 cm³ aqueous solutionൻ്റെ വോളിയം തന്നിട്ടുണ്ട്, പ്രോട്ടീൻ്റെ മാസ് തന്നിട്ടുണ്ട്, ഓസ്മോട്ടിക് പ്രഷറും ടെമ്പറേച്ചറും തന്നിട്ടുണ്ട്. നമുക്ക് പ്രോട്ടീൻ്റെ മോളാർ മാസ് കണ്ടുപിടിക്കണം. ഇവിടെ പൈ ആണ്. പൈ ഇസ് ഈക്വൽ ടു 2.57 ഇൻറ്റു 10 റേസ് ടു മൈനസ് 3 ബാർ. വോളിയം നമ്മൾ ലിറ്ററിലേക്കൊക്കെ മാറ്റി. ഗ്യാസ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ, കാരണം നമ്മുടെ ഇക്വേഷൻ പൈ ഇസ് ഈക്വൽ ടു CRT. സീനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ട് W2/M2
m2 ഇൻറ്റു v ഇൻറ്റു r ഇൻറ്റു t. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇക്വേഷനിൽ R നമുക്ക് വേണം. ആറിൻ്റെ വാല്യൂ 0.083 ലിറ്റർ ബാർ പെർ മോൾ പെർ കെൽവിൻ. ജൂൾസിൻ്റെ വാല്യൂ അല്ല എടുക്കേണ്ടത് ഇവിടെ. അപ്പോൾ നമുക്ക് ഈ m2ൽ ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. m2 ഇസ് ഈക്വൽ ടു w2 ഇൻറ്റു r ഇൻറ്റു t ബൈ പൈ ഇൻറ്റു വോളിയം. 61,022 ഗ്രാം പെർ മോൾ. പ്രോട്ടീൻ മോളിക്യൂൾ ആയതുകൊണ്ടാണ് ഇത്രയും വലിയ മോളാർ മാസ് കിട്ടുന്നത്. കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ് നമ്മളിന്ന് പഠിച്ചത്. ഏതൊക്കെയാണ്? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്, എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, ഓസ്മോട്ടിക് പ്രഷർ. ഇതിൻ്റെയൊക്കെ ഇക്വേഷൻസ് നമ്മൾ കണ്ടു. പ്രോബ്ലംസ്, സോൾവ്ഡ് എക്സാമ്പിൾസ് ആണ് നമ്മൾ കണ്ടത്. ടെക്സ്റ്റ് ബാക്കിൽ ഒരുപാട് എക്സസൈസസ് ഉണ്ട്, ഇഷ്ടം പോലെ എക്സസൈസസ് ഉണ്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ, പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം ചെയ്ത് നോക്കുക. കിട്ടാത്തത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാം, ടീച്ചർ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഈ ഓസ്മോട്ടിക് പ്രഷറിൻ്റെ കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി.